ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഐഷാസ് ഫ്ലേവേഴ്സ് ചാനൽ. എല്ലാവർക്കും ഐഷ ഫ്ലേവേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിലൊരു ചിക്കൻ കറിയാണ്. മലബാർ ചിക്കൻ കറി നല്ല രസമാണ്. മലബാർ ചിക്കൻ കറിക്ക് പണ്ട് കാലത്ത് വീട്ടിൽ പുതിയാപ്പിളമാരൊക്കെ വരുന്ന സമയത്ത് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നൊരു കറിയാണ്. പത്തിരി, നെയ്പത്തൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നൊരു കറിയാണ് ഈ ചിക്കൻ കറി. വളരെ സിമ്പിളാണ്. തേങ്ങയൊന്നും ഒഴിക്കില്ല. ഒരുപാട് പലഹാരങ്ങളുടെ ഇടയിൽ വെക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കല്ല. അതിനകത്തേക്ക് സവോള വേണം, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പൊട്ടറ്റോ, കരിവേപ്പില, പച്ചമുളക് ഇതെല്ലാം വേണം നമുക്ക്. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പിൽ വെക്കണം. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ എടുത്തൊഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ എടുത്തൊഴിച്ചതിന് ശേഷം നമ്മളതിലേക്ക് സ്പൈസസ് ഇടണം. സ്പൈസസ് ഇടുക. ഗ്രാമ്പ്, പട്ട, ഏലക്കായ ഇവ ഇട്ടിട്ട് നമ്മളതിനകത്തേക്ക് സവോള അരിഞ്ഞത് അതിനകത്തേക്കാണ്. സവോള നൈസാക്കിയിട്ട് അരിയണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നല്ല കറിയാണ്. ഈ കറി നിങ്ങളൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ഉള്ളി നല്ലോണം വഴറ്റണം. നന്നായിട്ട് ഉള്ളി വഴറ്റിയൊരു പേസ്റ്റ് ആവണം കേട്ടോ. ആ പേസ്റ്റ് ആവുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കണം. ഇഞ്ചി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ട് അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറണം. ഇത് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയാപ്പിള വരുന്നതിൻ്റെ പറയുമ്പോൾ കോഴീനൊക്കെ അറക്കലാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. അത് നല്ലോണം വഴറ്റുക. അന്ന് ഓടിപ്പോയി അന്നത്തെ കാലത്തൊക്കെ വലിയ അപ്പന്മാരൊക്കെ പുതിയാപ്പിള വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി കോഴീനെ പിടിച്ച് അറക്കലാണ്. ഇന്നിപ്പം നമ്മൾക്ക് കോഴി എപ്പം വേണമെങ്കിലും കിട്ടുമല്ലോ. എന്നിട്ട് നല്ലോണം വഴന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടെടുക്കണം. ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ല പേസ്റ്റ് ആവണം. കറിയിൽ ഇത് കാണാൻ പാടില്ല, തക്കാളിയും ഉള്ളിയൊന്നും. ഇത് തക്കാളിയും ഈ ഉള്ളിയൊക്കെ നന്നായി പേസ്റ്റായ ഈ കറിക്കൊരു കൊഴുപ്പുണ്ടാകും. അപ്പം നമ്മൾ പിന്നെ കൂടുതൽ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് കരിവേപ്പില ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നല്ലൊരു പേസ്റ്റാക്കി എടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ, കൂടുതൽ മസാല ഇട്ട് വയറ് കേടുവരുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മസാല നമുക്കിതിനകത്ത് പാടുള്ളൂ. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിരിക്കും. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്. ഈ മല്ലിപ്പൊടിനകത്ത് ഞാൻ മല്ലി പൊടിച്ചതിനകത്ത് വലിയ ജീരകമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല. പിന്നീട് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരു പിഞ്ച് കുരുമുളക് പൊടി. കൂടുതൽ എരിവൊന്നും ഉണ്ടാക്കില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതല്ലേ. അത് നന്നായിട്ട് ഇതിനെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ ആ പച്ചമണം ശരിക്കും മാറണം, വഴറ്റി എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ചുടുവെള്ളം എടുത്ത് മാറ്റി വെക്കണം. എപ്പോഴും നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന നേരത്ത് ചുടുവെള്ളം എടുത്ത് വെക്കണം. എന്നിട്ട് ഇത് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് പൊട്ടറ്റോ എടുത്തിടുക. അതേപോലെ തന്നെ ചിക്കൻ എടുത്തിടുക. ചിക്കന് കണ്ടോ, നമ്മൾ വാങ്ങിച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഞാൻ തിളച്ച ചുടുവെള്ളം എപ്പോഴും കറി വയ്ക്കുമ്പോൾ പറഞ്ഞത് പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ എപ്പോഴും കറി വെക്കണ സമയത്ത് ചുടുവെള്ളം ഉണ്ടാക്കി വെക്കണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. സവാള വഴറ്റുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ മറന്നുപോയത്. വീഡിയോ എടുക്കുമ്പോൾ അതാക്കാൻ മറന്നുപോയതാണ്. സവാള വഴറ്റുന്ന സമയത്താണ് ഉപ്പിട്ടത്.
എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നുവെച്ചാൽ ഈ മസാല ഇതിനകത്ത് എല്ലായിടത്തും പിടിക്കണം നന്നായിട്ട്. വെച്ചാൽ ചിക്കനിൽ എപ്പോഴും നമുക്ക് വെള്ളം ഉണ്ടാകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ മസാല കംപ്ലീറ്റും ഇതിനകത്തേക്ക് പിടിച്ചു വരും. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തിളച്ച ചുടുവെള്ളം ഉണ്ടാക്കില്ലേ, ഈ തിളച്ച ചുടുവെള്ളം ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യണം. പിന്നീട് ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും ഇതിനകത്ത്. ഈ തിളച്ച ചുടുവെള്ളം ഇതിനകത്തേക്ക് നമുക്ക് എത്രയാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒഴിച്ച്, എനിക്ക് ഇത്ര മതി ചിക്കൻ വെള്ളം. ഇനി ബാക്കിയുള്ള വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും വെള്ളം. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ച് വയ്ക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ട് ഫ്ലെയിം കൊടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഫ്ലെയിമിലേക്ക് നമ്മൾ കൊടുക്കുക. അപ്പോഴാണ് ആ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് വരുള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഒഴിച്ചത് 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നു. പക്ഷേ ആ പൊട്ടറ്റോ ഒന്നും ഉരുളക്കിഴങ്ങൊന്നും ഒരിക്കലും ഉടയാൻ പാടില്ല കേട്ടോ. ഉടയാതിരിക്കണേ. ഉടഞ്ഞു കഴിഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് പോകും. ആ ഉരുളക്കിഴങ്ങ് ഉടയാതെ കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്. പണ്ടത്തെ കാലത്ത് നമ്മൾ ചിക്കൻ കറി കല്യാണ വീട്ടിലെ കറിക്കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് കുറച്ച് വലുപ്പത്തിലുണ്ടാവും. ഇപ്പം എല്ലാവരും ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ വളരെ കുഞ്ഞതായിട്ടാണ് അങ്ങനെ ഇടരുത് ചിക്കൻ. പിന്നെ ഇതിനകത്ത് ഒരിക്കലും നമ്മൾ മല്ലിയില ചേർക്കില്ല. പണ്ട് കാലത്തെ കറിയിലൊന്നും നമ്മൾ മല്ലിയില ചേർക്കാറില്ല. വല്യമ്മമാർ കറി വയ്ക്കുമ്പോൾ നമ്മളാണ് ഇപ്പോഴും മല്ലിയില അതൊക്കെ കൊണ്ടുപോയി ചേർത്തുന്നത്. മല്ലിയില ചേർക്കാത്ത കറിയാണത്. ഇത് കണ്ടോ, നന്നായിട്ടിരിക്കണ കണ്ടോ ഈ കറി. ഇങ്ങനെ നിങ്ങൾ കറി വെച്ചിട്ട് ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.